സമാപന രാത്രിയിൽ ഒരുമിച്ച് ഈ സ്ഥലത്ത് വീണ്ടും കടന്നു വരുവാനും കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നല്ലൊരവസരം ദൈവം സന്തോഷത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രാവശ്യത്തെ ബ്ലെസ് കോവളം സുവിശേഷങ്ങളുടെ സമാപന രാത്രിയിലേക്ക് എല്ലാവരെയും യേശുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ 4 രാത്രികളിലും ഒരുമിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവ് ഇടയാക്കിയ ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമാപന രാത്രിയിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും ഈ രാത്രി യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സമയം വരെയും ഗാനങ്ങൾ ആലപിച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ സുജിത് ബാബു ദേവദാസൻ, തൻ്റെ ടീം അംഗങ്ങൾ എല്ലാവരെയും ഒരു പ്രാവശ്യം യേശുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റെല്ലാ ക്രമീകരണങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ദൂരെ നിന്നും അടുത്തു നിന്നൊക്കെ കടന്നു വന്ന് സഹകരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്തദാസന്മാരെയും ഓർത്ത് ഞങ്ങൾ ഹൃദയംഗമായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഈ ദിനങ്ങളിലെ സഹകരണങ്ങളെല്ലാം വളരെ അനുഗ്രഹമായിരുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമാപന രാത്രിയാണല്ലോ ഈ പ്രാവശ്യത്തെ സുവിശേഷങ്ങൾ. ഇന്ന് രാത്രി കൊണ്ട് ഇവിടെ സമാപിക്കുന്നല്ലോ. ചില വാക്കുകൾ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ ദാസൻ ബ്രദർ സുരേഷ് ബാബു നമ്മുടെ നടുവിൽ ദൈവത്തിന് സംസാരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. എല്ലാ ശുശ്രൂഷകളും ഈ രാത്രിയിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബ്ലെസ് കോവളം എന്നുള്ള ഈ ടീം പ്രവർത്തനങ്ങളെക്കുറിച്ച് മിക്ക പേർക്കും പരിചയമുണ്ട്. എങ്കിലും 1-2 വാക്കുകൾ ജസ്റ്റ് ഓർപ്പിക്കുന്ന നന്നായിരിക്കും. 2003 കാലഘട്ടങ്ങളിൽ കോവളം ദേശത്തിലെ വിവിധ സഭകളിലും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്ന ഒരു ആലോചന, ദൈവം തന്ന ഒരു നിയോഗമാണ് ബ്ലെസ് കോവളം എന്ന ഒരു ടീം പ്രവർത്തനമായി അത് രൂപീകരിക്കുവാൻ ഇടയായി തീർന്നത്. കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ 1998 കാലഘട്ടങ്ങളിലൊക്കെ ഞാനും അതുപോലെ കർത്താവിൻ്റെ ദാസൻ ദിലൻ ദൈവദാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സ്റ്റേജിലുണ്ടായിരുന്നല്ലോ, അതുപോലെ അശോകൻ ബ്രദർ, ഞങ്ങളൊക്കെ ചേർന്ന് വെള്ളാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോവളം ജംഗ്ഷനടുത്ത് വെള്ളാർ എന്നുള്ള സ്ഥലത്ത് വെള്ളാർ കൺവെൻഷൻ എന്ന പേരിൽ അന്ന് 3-4 വർഷങ്ങൾ ഞങ്ങൾ ആ ദേശത്ത് കൺവെൻഷൻ യോഗങ്ങൾ ക്രമീകരിപ്പാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദേശത്ത് അന്ന് യേശുവിനെ അറിഞ്ഞതായ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശുവിനെ ഈ ദേശം അറിയണം എന്നും യേശുവിനെ ഉയർത്തണം എന്നുമുള്ള ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന നിയോഗം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ സുവിശേഷ യോഗങ്ങൾ ഒക്കെ നടത്തുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ 2003 കാലഘട്ടം എത്തിയപ്പോൾ വെള്ളാർ കൺവെൻഷൻ എന്നുള്ള അനുഭവങ്ങൾ മാറിയിട്ട് കോവളം കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്ലെസ് കോവളം എന്ന പേരിൽ തന്നെ നാമകരണം ചെയ്തു. അന്ന് ഈ ബ്ലെസ് എന്ന പേര് പൊതുവായിട്ടുള്ളതല്ല, പിന്നത്തെ ഇതിൽ ഒത്തിരി കോമൺ ആയിട്ടുണ്ടെങ്കിലും അന്ന് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്ന ഞങ്ങൾ ചില ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സുവിശേഷങ്ങൾ ഈ കോവളം ജംഗ്ഷനിൽ ക്രമീകരിപ്പാൻ ഇടയായി തീർന്നു. ഇതിൽ ഇവിടെ വന്നിരിക്കുന്ന പലരും അതിൽ പങ്കെടുത്തത് ഓർക്കുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത് പങ്കെടുത്തവർ? ഒന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. സ്തോത്രം. പലരുമുണ്ട്, അവർ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് തൊട്ട് ഈ കോവിഡിൻ്റെ 1 വർഷം പോയിട്ട് ബാക്കി എല്ലാ വർഷങ്ങളിലും ഈ സ്ഥലത്ത് വിവിധ ഇടങ്ങളിലായി യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനകൾ പ്രവർത്തനങ്ങളെല്ലാം വളരെ അനുഗ്രഹമായിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളിലൂടെ അനേകർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും അനേകർ അഭിഷേകം പ്രാപിക്കുവാനും അനേകർ ദൈവവേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ദൈവദാസന്മാരായി തീരുവാനും ഒക്കെ കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ടീമിൽ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട ദൈവദാസന്മാരുണ്ട്. എങ്കിലും ഇതൊരു സംഘടനയായിട്ടല്ല ബ്ലെസ് കോവളം എന്ന ഒരു ബാനറിൽ നിൽക്കുന്നുവെങ്കിലും യേശുവിൻ്റെ നാമത്തെ ഈ ദേശത്ത് ഉയർത്തണം എന്ന് യേശു ഉള്ളിൽ വന്നവരായ ദൈവദാസന്മാരുടെ ആഗ്രഹമാണ് അങ്ങനെ ഒരു ശുശ്രൂഷകൾക്ക് മുഖാന്തരമായി തീർന്നത്. സ്തോത്രം. കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 2023 ഇങ്ങനെ ഒരു യോഗം ഇവിടെ ക്രമീകരിക്കുവാൻ ദൈവം ഇത്രത്തോളം സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ
ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ നിരന്തരമായ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും യാചനകളുടെ ഫലമാണ് ഈ ദേശത്ത് ഒരു പ്രാവശ്യം കൂടെ യേശുവിനെ ഉയർത്തുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നു എന്നുള്ളതിൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പോലെ കേവലം വർഷത്തിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു മീറ്റിങ്ങോടുകൂടി സമാപിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടല്ല, ഞങ്ങൾക്ക് എല്ലാ സെക്കൻഡ് സാറ്റർഡേക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി നൈറ്റ് പ്രെയർ നടത്തുന്നുണ്ട്. KS റോഡിലുള്ള നമ്മുടെ അജിത് ബ്രദറിൻ്റെ ഭവനം കേന്ദ്രീകരിച്ചാണ് ആ പ്രാർത്ഥനകൾ നടക്കുന്നത്. എന്നാൽ ഈ വർഷം ഞങ്ങളത് ദൈവദാസന്മാർ ആഗ്രഹിക്കുന്ന അവരുടെ ചർച്ചുകളുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചുകളിൽ ആ പ്രാർത്ഥന മാറ്റുവാൻ ദൈവം ഇടയാക്കി. ഇവിടെ വന്നിരിക്കുന്ന ദൈവദാസന്മാർ നിങ്ങളുടെ സഭകളിൽ അങ്ങനെ ഒരു നൈറ്റ് പ്രെയർ ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മറ്റ് യാതൊരു ചിലവും കൂടാതെ ആ പ്രാർത്ഥനകൾ അവിടെ ക്രമീകരിച്ച് നമുക്ക് ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയായിത്തീരും. എല്ലാ തിങ്കളാഴ്ചയും കോട്ടേജ് മീറ്റിങ്ങുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആവശ്യപ്പെടുന്നതായ ദൈവമക്കളുടെ ഭവനങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനും ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം അവസരം നൽകുന്നുണ്ട്. ബുധനാഴ്ചകളിൽ രാത്രിയിൽ ദൈവദാസന്മാർ വാഹനത്തിലൊക്കെ സഞ്ചരിച്ചു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം തരുന്നുണ്ട്. മാത്രമല്ല സഹോദരിമാരും ശനിയാഴ്ചകളിൽ ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. മാസത്തിൽ ഞങ്ങൾ വൺ ഡേ മീറ്റിങ്ങുകൾ, മറ്റ് പൊതു മീറ്റിങ്ങുകളൊക്കെ, ഉപവാസ പ്രാർത്ഥനകൾ, അങ്ങനെ വിവിധ മിനിസ്ട്രികൾ ഈ പ്രവർത്തനങ്ങളുടെ കീഴിൽ നടത്തുകയാണ്. വിവിധ സഭകളിൽ ചുമതലയുള്ള ദൈവദാസന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്. എങ്കിലും യേശുവിൻ്റെ നാമത്തെ ഉയർത്തണമെന്നുള്ള ചിന്തയാൽ അവരും ഇതിൽ സഹകരിക്കുകയാണ്. സ്തോത്രം. യേശുവിൻ്റെ നാമം ഈ ദേശത്ത് ഉയരണമെന്നുള്ളൊരാഗ്രഹമാണ് ഇതിൻ്റെ പിന്നിൽ. 2003 അന്നത്തെ പ്രാർത്ഥനകളുടെ പിന്നിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പലരും മിഷണറിമാരായി തങ്ങളെ തന്നെ സമർപ്പിക്കപ്പെട്ടു. അതിൽ നമ്മുടെ ദിലൻ ദൈവദാസൻ 20 വർഷങ്ങളായി ആസാമിൽ കർത്താവിൻ്റെ മേൽ ചെയ്യുന്നതിൽ ഞങ്ങൾ വളരെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലും തുടർന്നുള്ള നാളുകൾ ദേശത്തിൻ്റെ വിടുതലിനും അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളായിരിക്കുന്ന സഭകളിൽ, സംഘടനകളിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സഹകരിപ്പാൻ ഞങ്ങൾ നിങ്ങളെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. യേശുവിനെ നമുക്ക് ഒരുമിച്ച് ദേശത്ത് ഉയർത്താം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കോവളം ദേശം, ഇന്ത്യ മഹാരാജ്യം യേശുവിനെ അറിയണം. സ്തോത്രം. ഞങ്ങളോടൊപ്പം നിങ്ങളും സഹകരിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം ഈ മീറ്റിങ്ങുകൾ വളരെ അനുഗ്രഹമായി നടത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഇത്രത്തോളം കാലാവസ്ഥകൾ അനുകൂലമായും വളരെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ദൈവം അനുകൂലമായിരുന്നത് കൊണ്ട് ഈ സമാപന രാത്രിയിലും മറ്റ് പ്രതികൂലങ്ങളെല്ലാം കീഴടക്കിക്കൊണ്ട് ദൈവം ജയാളിയായി നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും എല്ലാ നന്ദിയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് നമ്മുടെ ദൈവത്തിന് നല്ലവനാണ്. യേശു കർത്താവ് ഒരിക്കൽ കൂടി നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഈ ദേശത്ത് യേശുവിനെ ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ എല്ലാ സൗകര്യങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയുള്ള മുഖ്യ സന്ദേശത്തിനു വേണ്ടി നമ്മൾ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ ബ്രദർ സുരേഷ് ബാബു അവർകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ബ്ലസ് കോവളം ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമല്ല, 3-ാം പ്രാവശ്യമാണ് കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകൾ ഈ ദേശത്ത് അനുഗ്രഹമായിരിക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായിട്ട് കർത്താവിൻ്റെ ദാസനെ നമ്മൾ ക്ഷണിക്കുമ്പോൾ കർത്തദാസൻ്റെ ശുശ്രൂഷകൾ ദേശത്ത് അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഈ പ്രാവശ്യവും കർത്തദാസനെ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ ആഗ്രഹിച്ചു എങ്കിലും വളരെ അസൗകര്യമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം അതെല്ലാം മാറ്റി കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ക്രമീകരിച്ച് ഇന്ന് രാത്രി കടന്നു വന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ടീമിൻ്റെ എല്ലാവരുടെയും സ്തോത്രം, സ്വാഗതത്തെ, നന്ദിയെയും അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ ബ്രദർ ആണ് പ്രിയ സുജിത് ബാബു ബ്രദർ. ആമേൻ. കർത്താവിൻ്റെ ദാസനെയും ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ക്ഷണിക്കുമ്പോൾ നല്ല മനസ്സോടുകൂടെ അദ്ദേഹവും കടന്നു വന്നു. തൻ്റെ ടീം അംഗങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരൊക്കെ കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഈ ഗാന ശുശ്രൂഷകൾ നടത്തിയതിൽ വളരെ സന്തോഷിക്കുന്നു. ദൈവനാമത്തിൽ
ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങുകളുടെ ബന്ധത്തിൽ കോവളം ദേശത്തെ സംബന്ധിച്ച് പൊതുവായിട്ടൊരു മീറ്റിംഗ് നടത്തുവാനുള്ള സ്ഥലം നമുക്ക് ലഭ്യമല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ബ്ലസ് കോവളം വിവിധ ഇടങ്ങളിലൊക്കെ മീറ്റിങ്ങുകൾ നടത്തുന്നത്. ഈ പ്രാവശ്യം മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞങ്ങൾ പല സ്ഥലങ്ങളിലും പല ലാൻഡ് ഓണറുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ ഞങ്ങളുടെ മുമ്പിൽ വാതിലുകൾ എല്ലാം അടച്ചു. എന്നാൽ അവസാന ദിവസങ്ങളാണ്, ഒരാഴ്ചയ്ക്ക് മീറ്റിങ്ങിൻ്റെ കേവലം ഒരാഴ്ചകൾക്ക് മുമ്പിലാണ് ഈ സ്ഥലം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. പ്രൈസ് ഗോഡ്. വളരെ അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ദൈവം ഒരുക്കിയത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഈ പ്രാവശ്യത്തെ ബ്ലസ് കോവളം ഇവിടെ വച്ച് നടക്കണം എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ദൈവം അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കി. ഈ വസ്തുവിൻ്റെ കാര്യസ്ഥനായി നിൽക്കുന്ന സാമ്പൻ എന്നൊരു അങ്കിളുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ സമീപിക്കുമ്പോൾ അദ്ദേഹം നല്ല മനസ്സോടുകൂടെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. അതുപോലെ ആൻറ്റിൻ്റെ ഓണറായിട്ടുള്ള പ്രിയപ്പെട്ടവനുണ്ട്. അവർ രണ്ടുപേരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മൈക്ക് ഓർഡറിന് വേണ്ടി പോലീസ് അധികാരികളോട് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ അതിൻ്റെ സാങ്ഷന് വേണ്ടി സമീപിച്ചപ്പോൾ നല്ല മനസ്സോടുകൂടി നമുക്ക് അതിൻ്റെ പെർമിഷൻ തന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് നന്ദി അറിയിക്കുന്നു. ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമായി തന്ന ശാന്ത എന്നുള്ള ഒരു മാതാവിൻ്റെ ഭവനം ഇതിന് പിറകിലുണ്ട്. അവരെയും അതുപോലെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ യോഗങ്ങൾക്ക് ശേഷമായിട്ട് വാഹന ക്രമീകരണങ്ങൾ നമ്മൾ എല്ലാ പ്രാവശ്യം ഒരുക്കാറുണ്ട്. നമ്മുടെ ദേശത്തോളം ബന്ധത്തിൽ നമ്മുടെ ടീമിനോട് സഹകരിക്കുന്ന ജയപ്രകാശ് എന്നുള്ള ബ്രദർ, അതുപോലെ തന്നെ ജയ ട്രാവൽസ് നടത്തുന്ന ജസ്റ്റിൻ ബ്രദർ, ഇവർ രണ്ടുപേരും ദീർഘവർഷങ്ങളായി ഈ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ ദൈവം അവർക്ക് നൽകിയ വാഹനങ്ങൾ വളരെ അവർ കാശ് നമ്മുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങാറ് എന്തെങ്കിലും നാമമാത്രമായി കൊടുത്തൊരു ദൈവവേലയാണെന്ന് അവർ ചിന്തിച്ചുകൊണ്ട് സഹകരിക്കുന്നവരുണ്ട്. അവരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ജയ ട്രാവൽസിലെ പ്രിയ ജയപ്രാഷ് ബ്രദർ, അദ്ദേഹം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ടിൻ്റെ ക്രമീകരണങ്ങളും ഒരുക്കി തന്നു. ഈ തരുണത്തിൽ അവരോട് നന്ദി അറിയിക്കുന്നു. അനൗൺസ്മെൻറ്റിൻ്റെ വാഹന ക്രമീകരണങ്ങൾ നമ്മുടെ ടീമിലുള്ള ബന്ധത്തിൽ തന്നെ ഷാജി ബ്രദർ സ്തോത്രം അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കി. തന്നെ സ്റ്റാഫുകളായിട്ടുള്ള ചിലരെ ഗ്രൗണ്ട് ക്ലീനിങ്ങിനൊക്കെ ഒരുക്കി. ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ ശബ്ദ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന തരംഗം സൗണ്ട്സ് എന്നുള്ള അതിലെ പ്രിയ സഹോദരങ്ങൾ, അവർ ഈ പ്രാവശ്യവും ഞങ്ങളുടെ ബന്ധത്തിൽ വളരെ നല്ല മനസ്സോടുകൂടെ വളരെ ഞങ്ങളോട് സഹകരിച്ച് ആവശ്യമായ ശബ്ദ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി തന്നു. ഞങ്ങൾ ഇത്തരണത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് തൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഈ മനോഹരമായ സ്റ്റേജ്, ചെയർ, ഇത് ഈ പന്തലിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങളുടെ സഹോദരനായിരിക്കുന്ന ലൈജു എന്നുള്ള ബ്രദർ, അദ്ദേഹം വളരെ നല്ല മനസ്സോടുകൂടെ വേഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. സ്തോത്രം. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങുകൾക്ക് വേണ്ടി കടന്നു വന്ന ദൈവദാസന്മാരെ, ടീം അംഗങ്ങളൊക്കെ അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് വേണ്ടി, അവരുടെ താമസത്തിനു വേണ്ടി അനിത എന്നുള്ള സഹോദരി വെള്ളാർ, ആ സഹോദരി അവരുടെ ഭവനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ യോഗങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി കടന്നു വന്ന സഹകരിച്ച ദൈവദാസന്മാരുണ്ട്, സഭയായിട്ട് വന്നവരുണ്ട്. സ്തോത്രം. വിശ്വാസികളായി ദൂരെ നിന്നും അടുത്തു നോക്കി വന്നവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. നിങ്ങൾ അറിയുന്നത് പോലെ ഈ പ്രവർത്തനങ്ങൾ ഒരു ധനം ഉള്ളത് കൊണ്ടല്ല നടത്തുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ യേശു തരുന്ന നിർബന്ധമാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. എന്നാൽ പലരും അവരുടെ ചെറുത് വലുതുമായ നന്മകൾ തന്ന് ഈ ശുശ്രൂഷകൾക്ക് വളരെ സാമ്പത്തികമായി സഹായിച്ച എല്ലാവരെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഓർക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീഡിയോ കവറേജൊക്കെ ചെയ്യുന്ന ആമേൻ TV നെറ്റ്വർക്ക്, അതിലെ സഹോദരങ്ങളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഉപരിയായി ഈ ബ്ലസ് കോവളം ടീമിലെ ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങളൊക്കെ ദീർഘനാളുകളായി, കഴിഞ്ഞ നാളുകളിലൊക്കെ പെയ്ത മഴയുടെ ആ മധ്യയും പോസ്റ്റ് ഒട്ടിക്കുവാനും പബ്ലിസിറ്റികൾക്കും ദീർഘനാളുകൾ ഉറക്കിളച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അവർ ഒരു പ്രതിഫലവും കൂടാതെ അവർ ദൈവനാമത്തിൽ അധ്വാനിക്കുന്നത് സ്വർഗം പ്രതിഫലം തരുമെന്നുള്ള വിശ്വാസത്താലാണ്. ഈ രാത്രി എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ ടീമിലെ എല്ലാ അംഗങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ഇവിടെ വന്ന് ഇരിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്, അവർ യേശുവിനെ ഉയർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ മധ്യ ദൈവം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ സുരേഷ് ബാബു അവർ ടീമിനെ ഈ 20-ാം വർഷവും മുൻപോട്ടിന് പോകുവാൻ ഞങ്ങളെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാത്രി ശുശ്രൂഷ മധ്യ ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം അങ്ങനെ ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് ലഭിക്കുന്നത് വലിയ അനുഗ്രഹമായിരിക്കും.
എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ദൈവത്തിൽ വിരമിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.